നമ്മളിപ്പോ ഉള്ളത് സിംഗപ്പൂരാണ്. ഇന്ന് ഇത് യൂസ് ചെയ്യാതെ നേരെ ടാക്സി എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിൽ പോകുന്നു. വെറുതെ രാജകീയ പ്രൗഢത്വത്തിൽ ലിമോസിൻ ആയത് കാരണമാണ് ഇത്ര റേറ്റ് വന്നേക്കുന്നത്. തേച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സിംഗപ്പൂർ ഡോളേഴ്സ് ഒരു $500 എങ്കിലും മിനിമം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോണത്? ഷോപ്പിങ്ങിന് പറ്റിയ പ്ലേസ് ആണ് ഇത്. 50 സെന്റ് മുതൽ എല്ലായിടത്തും നമുക്ക് മരട്ടിയിൽ കറങ്ങുകയും ചെയ്യാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ റാപ്പ്. ഇത് ട്രാവൽ റാപ്പിന്റെ പുതിയൊരു സീരീസ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂരാണ്. നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ ലേ ഓവർ കിട്ടുന്ന ഒരു പോയിന്റ് ഞങ്ങള് സ്പ്ലിറ്റ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ എടുത്തൊരു ചെറിയൊരു ഡിഫറൻസ് 2000-3000 റുപ്പീസിന്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു പുതിയ കൺട്രി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും. അങ്ങനെ എടുത്തതാണ്. ന്യൂസിലാൻഡ് വന്ന വഴി സിംഗപ്പൂർ ലേ ഓവർ കിട്ടിയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ന്യൂസിലാൻഡ് നമ്മൾ റിട്ടേൺ വന്നപ്പോഴത്തേക്ക് സിംഗപ്പൂർ എടുത്തപ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ എപ്പോഴും വരുമ്പോൾ വിസ എല്ലാം നമ്മൾ തന്നെ ചെയ്യാറുള്ളത്. സിംഗപ്പൂർ വരാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അത് കാരണം നോക്കിയത് അക്ബർ ട്രാവൽസ് വഴിയാണ്. അവരാണ് നമുക്ക് ഈ വിസ കാര്യങ്ങളെല്ലാം എടുത്തത്. അറൌണ്ട് 3000 റുപ്പീസ് ആണ് വന്നത് വിസക്ക് വേണ്ടി. 3000 3200 സംതിങ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. സിംഗപ്പൂർ ഭയങ്കര കോസ്റ്റ്ലിയസ്റ്റ് കൺട്രിയാണ്. നമുക്കിവിടെ ഹോട്ടൽസും എല്ലാ കാര്യങ്ങളും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് താമസിച്ചതെന്ന് വെച്ചാൽ ഹോട്ടൽ ബോസ് ആണ്. ഇതാണ് കാണുന്നത്. അതെ, ബോസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ബോസ് എന്ന് പറഞ്ഞ ഹോട്ടലായാലും ഏകദേശം 10,000 രൂപയോളം വന്നു നമ്മുടെ റൂമിൽ. അതിനുള്ള വൃത്തിയായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ നോക്കിയിട്ട് കൂട്ടത്തിൽ കുറവായിട്ട് തോന്നിച്ചത് ഈ ഹോട്ടൽ ബോസ് ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതായത് നമ്മളുടെ ഈ സിംഗപ്പൂർ പോകാനുള്ള കുറച്ച് മാപ്പ് എടുത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും മാപ്പ് കൂടെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കൂടെ അതെല്ലാം കാണാൻ പറ്റും. അതൊരു സെറ്റായിട്ട് നമുക്ക് ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോ എന്തായാലും വലിയൊരു വീഡിയോ ആയിരിക്കും. അത് കാരണം ഒരു 3 വീഡിയോ ഇട്ടാണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ സെൻട്രസ് ഐലൻഡ് അതെല്ലാം ബുക്കിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രസ് ഐലൻഡിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമായിട്ട് ബുക്കിംഗ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആണ് നേരെ ഇപ്പൊ ഗ്രാബ് ടാക്സി എടുത്തിട്ട് നമ്മൾ നേരെ സാന്റോസ് വിടുന്നു. പിന്നെ ബാക്കിയെല്ലാം ഓരോരോ സ്ഥലങ്ങൾ ആഡ് ആയി പോകും. കാരണം കറക്റ്റ് ഒരു ഐറ്റിനറി ഇല്ല. പോകുന്നതനുസരിച്ച് എല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ്. ബിക്കോസ് നമുക്കും അറിയില്ല അതിന്റെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്യുവർലി മാപ്പ് നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പൊ എന്തായാലും സെറ്റ് ഓഫ് സീരീസിനകത്ത് സിംഗപ്പൂരെ എങ്ങനെ ഒരു 2-3 ഡേയ്സ് നമുക്കുണ്ട്. അത് ഫുൾ എങ്ങനെ കവർ ചെയ്യാൻ ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. ഈ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 വീഡിയോ കണ്ടിന്യൂസ് ഉണ്ട്. ആ വീഡിയോനകത്ത് 100% ഉണ്ടാവും. അപ്പോൾ സീ യു ഇൻ സിംഗപ്പൂർ. നമ്മളിപ്പോൾ ഓൾറെഡി ഓൺലൈനിൽ ആ ഇമിഗ്രേഷൻ്റെ പേപ്പർ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകാം. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാത്തവരാണെങ്കിൽ നോ. അപ്പോൾ എപ്പോഴും വരുമ്പോൾ അതിന് ചെയ്തിട്ട് വരിക. ഭാഗ്യത്തിന് ഇന്ന് തിരക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് എപ്പോഴും ഇമിഗ്രേഷനിൽ ഈ SGAC കാർഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി. നേരെ ഇമിഗ്രേഷനിലേക്ക് കയറാം. നമുക്ക് നേരെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. $30 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്സും പബ്ലിക് ബസ്സസും എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും. കേബിൾ കാറിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പിന്നെ $48 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 48 × 61 ഓൾമോസ്റ്റ് 2900 വരും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇതും സിമ്മും എടുത്തിട്ടാണ് നമ്മൾ പോകാൻ പോണത്. ബാക്കി ഇവിടുത്തെ ട്രാൻസ്പോർട്ട് അവർ $60 ലിമോസിൻ കാറിന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് എടുക്കാന്ന് ഓർത്തിട്ടുണ്ട്. ഫ്രീ ടൂറും കൂടി ഉണ്ട് അതിനകത്ത്. യെസ് വന്ന കാരണം വലിയ ഐഡിയ ഇല്ലാത്ത സിം എടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം നേരെ ലിമോസിനും കൂടി ബുക്ക് ചെയ്ത് $156 മൊത്തത്തിൽ. അല്ലേ രേഷ്? 156 അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഹോട്ടലിൽ പോകാൻ ഓർത്ത്. ഓൾറെഡി ടയേർഡാണ് നമ്മൾ. പിന്നെ അടുത്ത വെറുതെ ഒരു 1000 രൂപ ലാഭിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഹെൽത്ത് പണി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ലിമോസിനിൽ സിറ്റിങ് കണ്ട് നേരെ വിടാൻ കണ്ട് നമുക്ക് ഹോട്ടലിലേക്ക്. ടൂറിസ്റ്റ് പാസ് കൊടുത്ത് ഇതിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നില്ല. ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 3 ഡേയ്സ് വാലിഡിറ്റി ഉള്ളൂ. നമ്മൾ സൺഡേ വരെ ഉള്ള കാരണം ഇന്ന് ഇത് യൂസ് ചെയ്യാതെ നേരെ ടാക്സി എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിൽ പോകുന്നു. നാളെ മുതൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ സിംഗപ്പൂർ ഇറങ്ങുന്നു. ഇവിടെ ഗ്രാബ് ടാക്സി ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സിം ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ഗ്രാബ് എടുക്കാൻ നിന്നില്ല. അത് കാരണം അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇവിടെ നിന്ന് വന്നതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും. ഗ്രാബ് ടാക്സി $30 ഉള്ളു. പക്ഷെ നമ്മുടെ ക്യാഷ് ഇല്ലാത്ത കാരണം നമ്മൾ ഇത് തന്നെ എടുത്താൽ ലിമോസിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കിടിലമായിട്ടുള്ള വണ്ടിയല്ലേ? യാ ഹോട്ടൽ ബോസ് റൈറ്റ്. ഹോട്ടൽ ബോസ് യാ. വെറുതെ അല്ലട്ടെ, രാജകീയ പ്രൗഢത്വത്തിൽ ലിമോസിൻ ആയത് കാരണമാണ് ഇത്ര റേറ്റ് വന്നേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, 2000 രൂപ പോയി, അത് പ്രശ്നമില്ല. നമ്മുടെ ലക്ഷ്യം ആ എയർപോർട്ടാണ്. എയർപോർട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴായിരിക്കും എക്സ്പ്ലോർ ചെയ്യുക.
രേഷ്മക്ക് ഓൾറെഡി കോൾഡൊക്കെ അടിച്ചിരിക്കുകയാണ്, അതാണ്ട് സൗണ്ട് അങ്ങനെ ഇരിക്കണം. ഓൾറെഡി ടൈമിന്റെ ഡിഫറൻസിന്റെ രാജ്യക്ക് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഗ്രാബ് ടാക്സി വഴി തന്നെ പോകാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ടയർഡായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഹെവി വലിയ ബാഗ് കുറേ ഉണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ പുറകെ ഓടാനും പിന്നെ ഇനിയിപ്പോൾ എൻ്റെ നമ്മളുടെ കറൻസി ഇല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുത്തെ കറൻസി കൺവേർട്ട് ചെയ്തോണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ഓപ്ഷൻ എടുക്കാം. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ബോസ്. ഇവിടെ ഹോട്ടൽസ് എല്ലാം ഒടുക്കത്തെ റേറ്റാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് കിട്ടിയത് 3 ഡേയ്സിന് 30,000 റുപ്പീസോളം വന്നായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ രേഷ്മ ഓൾറെഡി നോക്കി ബുക്ക് ചെയ്ത് വെച്ച കാരണം രക്ഷപ്പെട്ട്. ഇന്നത്തേക്ക് ടാരിഫ് നോക്കിയപ്പോഴത്തേക്കും 12,000 രൂപ നോർമൽ റൂമിന് ഇവിടെ. സിംഗപ്പൂർ പൊതുവേ ഹോട്ടൽസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ പിന്നെ ക്യാപ്സ്യൂൾസ് എടുക്കേണ്ടി വരും. നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോബി ബിയിൽ 18th ഫ്ലോറല്ല, 18th 14th ഫ്ലോറാണ്. 8th ഫ്ലോറിൽ 14th റൂമായിട്ട് റൂം ഭയങ്കര ചെറിയ റൂമാണ്. ഇവിടെ ഇതാണ് ഏറ്റവും പ്രശ്നം. അക്കോമഡേഷൻ ഭയങ്കര റേറ്റുമാണ് ഉള്ളതിന്, സ്പേസും ഇല്ല. ഇത് സിറ്റി വ്യൂ ആണ്, എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതല്ല, ആയിക്കൂടെ ഒരു 60-70 സ്ക്വയർ ഫീറ്റ് മാക്സിമം ഉണ്ടാവും. എല്ലാ ഐറ്റംസും ഇങ്ങനെയുള്ള ഫുൾ മെഡിസിൻസും എല്ലാ ഐറ്റംസും കിട്ടുന്നത് മുസ്തഫ സെൻറ്ററിലാണ്. ഇവിടെ മുസ്തഫ സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. ഷോപ്പിങ്ങും എല്ലാം നടക്കും. കാർഡ്സ് എല്ലായിടത്തും നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക ചെറിയ ചെറിയ കടകൾ വർക്കാവില്ല. അത് കാരണം നേരെ ATM കയറിയിട്ട് കുറച്ച് തൽക്കാലത്തേക്ക് ഒരു $200 എടുത്ത്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സിംഗപ്പൂർ ഡോളേഴ്സ് ഒരു മിനിമം ഒരു $1,000 അല്ലെങ്കിൽ ഒരു $500 മിനിമം കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കാര്യം അതെന്തായാലും ചിലവാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഐ തിങ്ക് ദിസ് വൺ വിൽ ബി ദ ബെസ്റ്റ് വൺ. അപ്പോൾ നമ്മൾ സിം എടുക്കാൻ വേണ്ടിയാണ്. $12 ഏകദേശം നാട്ടിലേക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു 600-700 വരും. 120 GB ലോക്കൽ ഡാറ്റ ഉണ്ട്. അപ്പോൾ വിൽ ഗോ വിത്ത് ദിസ് പ്ലാൻ. അതെ, കാരണം എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഈ സെയിം സാധനത്തിന് $54. അതെ, എയർപോർട്ടിൽ നിന്ന് എടുക്കരുത് ഒരിക്കലും. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 200 മീറ്ററുള്ള MRT സ്റ്റേഷൻ വരെ. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കേബിൾ കാറിൻ്റെ ലൊക്കേഷൻ നോക്കും. അവിടം വരെ MRTക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് നേരെ കേബിൾ കാർ കയറി സാൻഡോസാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സസ് ആൻഡ് MRT ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. അയ്യോ, ഹോട്ടൽ ഭയങ്കര മേളിലായി പോയിട്ട്. ഇതാണ് ആ ഏരിയ. നമ്മളിത് ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഹോട്ടൽ ബോസിൽ നിന്ന് വന്ന് നേരെ നടന്ന് ലെവൻഡർ സ്റ്റേഷൻ. ഇനിയിപ്പോൾ മറ്റേ ബാക്കിയുള്ള മാപ്പ് നമുക്ക് അപ്പുറത്തുണ്ടാവും, അവിടെ പോയി നോക്കാം. നമ്മുടെ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ ഗ്രീൻ ലൈൻ കയറിയിട്ട് നേരെ ഈ MRT സ്റ്റേഷനിലെത്തും. അതായത് ഔട്ട്രം പാർക്ക് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഹാർബർ ഫ്രണ്ടിൽ വരും. ഇവിടെ നിന്നാണ് നമ്മുടെ കേബിൾ കാർ ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ നേരെ സാൻഡോസ് ഐലൻഡ്. നമ്മൾ ടുവാസ് ലിങ്ക് എന്നുള്ള ആ ഒരു മെട്രോയിലാണ് കയറേണ്ടത്. അവിടെ നിന്ന് ഏകദേശം ഒരു 4-5ാമത്തെ സ്റ്റോപ്പാണ് ഔട്ട്രം പാർക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം മെട്രോ മാറി കയറാൻ വേണ്ടി. നല്ല തിരക്കാണ് മെട്രോയിൽ. ഇവിടെ ഭയങ്കര റഷാണ്. എല്ലാവരും MRT ആണ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ട്, ഫുൾ റഷാണ്. മെട്രോ എന്നുണ്ട്. മെട്രോ അത്യാവശ്യം നല്ല ഫില്ലുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോണത്? കേബിൾ കാർ. അവിടെ എത്തി നമ്മൾ. ഓൾമോസ്റ്റ് എല്ലാം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ്. കേബിൾ കാറിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടറാണ്. നമ്മൾ ഓൾറെഡി ക്ലൂക്ക് വഴി എടുത്ത്. ക്ലൂക്ക് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ എടുക്കുന്നതിനേക്കാളും കുറവാണ് ക്ലൂക്കിൽ എടുക്കുമ്പോഴത്തേക്കും. അറിയാം, ഇപ്പം നേരെ നമുക്ക് കേബിൾ കാറിലേക്ക് കയറാം. We began to feel the fire. We rise like tall buildings. കേബിൾ കാർ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട്. മറ്റേ നമ്മൾ ന്യൂസിലാൻഡിൽ ചെയ്തതിനേലും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത്. കാണാൻ ഭംഗി ന്യൂസിലാൻഡിലായിരുന്നല്ലേ താഴോട്ട്. ഇതും കൊള്ളാം. ഇത് അടിപൊളിയാണ്. മൊത്തത്തില് ഇതുണ്ട നേരെ പോണത് സെന്റോസ് ഐലൻഡിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്ത് പോർട്ട്, സിംഗപ്പൂർ പോർട്ട്, താഴെ ബ്ലൂ സീ. ഇത് പക്ഷെ കുറച്ച് കൂടുതലുണ്ട്
ഡിസ്റ്റൻസ് കൂടുതലുണ്ട് അല്ലേ? നമ്മുടെ ഇവിടെ തന്നെ കണ്ട ഒരു ഫ്രണ്ട്സ് അവർ രണ്ടുപേരും വീഡിയോ ഷൂട്ട് ചെയ്തല്ല, നേരെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിക്കും കാറിന്. കുറച്ച് സ്പീഡ് കൂടുതലും ഉണ്ട് ഇതിന്. പിന്നെ അതുമല്ല ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും അപ്പുറം രണ്ടുപേരും ഇപ്പുറം വെച്ചിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ബാലൻസിങ്ങിന് ഇഷ്യൂ ഉണ്ട്. താഴെ പോകും. അപ്പൊ എന്തായാലും കിടിലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. എന്റെ സ്റ്റേഷൻ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ നമുക്ക് ഏതാ മൊത്തത്തില് യൂണിവേഴ്സൽ സ്റ്റുഡിയോ അല്ലേ? യെസ്. സൊവീനിയേഴ്സ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കുറെ കളക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ അടുത്ത എവിടെയും കണ്ടു നമ്മുടെ ന്യൂസിലാൻഡിലുള്ള ഒരു ലൂജ് ഉണ്ട്. ലൂജിന്റെ ആൾക്കാരാണാവല്ലോ താഴേക്ക് ടൗൺ ഹില്ല് പോയിട്ട് തിരിച്ചു കയറി വന്നതാണ് ആൾക്കാർ. ലൂജിന്റെ ലൈൻ ഉണ്ട്. നമ്മളുടെ സെക്കൻഡ് കേബിൾ കാറാണിത്. 2 പ്രാവശ്യം കേബിൾ കാറിൽ റൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇഷ്ടമുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. സെന്റർ സൈലന്റ് എത്തിയിരിക്കുകയാണ്. റിക്കി ഓൾ റിക്കവർ പോലെ എപ്പിക് കുറേ എപ്പിക് കുറേ എപ്പിക് കുറേ ഇന്നെങ്ങാനും എത്തോ നമ്മള്. ഇതാ കേബിൾ കാറിന് നേരെ എത്തുമെന്ന് പറഞ്ഞാൽ 2 കേബിൾ കാറും കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മോണോറെയിൽ എന്ന് പറഞ്ഞ സംഭവം കയറി കഴിഞ്ഞാൽ നേരെ അടുത്ത സ്റ്റോപ്പാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. നമ്മളെ എക്സൈറ്റ്മെന്റ് എന്നിട്ട് ഇത്ര പേരോട് സാധനം എത്തുള്ളത്. എന്തായാലും ഇതും കൂടി നോക്കാം. ഇതിലാണ് നമ്മൾ കയറിയത് ഇപ്പൊ. ഫൈനലി നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എത്തി. ഈ ഒരു ഗ്ലോബ് കാണാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇവിടെ വരെ വന്നത്. ഇതിനൊക്കെ ഉള്ളിൽ പോയി പൊളിക്കാൻ. അതെ, ഭയങ്കര തിരക്കാണ് ഇവിടെ, ഭയങ്കര ചൂടും. പ്രസന്റ് ഉള്ളവർക്ക് നമുക്ക് ഈ വഴി കയറാൻ പറ്റും. മറ്റേ വഴിയിൽ ഇത്തിരി തിരക്ക് കൂടുതൽ. സംഭവം 3D ഉണ്ട്. ഒരു സ്പെക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പോവാൻ വേണ്ടിട്ട്. സാധനം കണ്ട? അതെ. യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒരു ഫുൾ ഡേ ആക്ടിവിറ്റി ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കതൊരു ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. യൂണിവേഴ്സൽ സ്റ്റുഡിയോ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ നേരെ റിസോർട്ട് നമ്മുടെ സാന്റോസ് ഐലൻഡ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ പോകാൻ നമ്മുടെ ബീച്ചിലേക്കാണ്. ബീച്ചിൽ ചെന്നിട്ട് ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ അടുത്ത ഇമേബിയ സ്റ്റേഷൻ വന്നിട്ട് അവിടെ നേരെ ബാക്ക് ടു സിറ്റി. അതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ബീച്ചിൽ കാണാം. നല്ല ക്ലീൻ ബീച്ചല്ലേ രേഷ്? നമ്മൾ സാന്റോസ് ഐലൻഡിലുള്ള ഒരു ബീച്ചിൽ വന്നേക്കാണ്. ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് ഈ ബീച്ച്. നമ്മൾ ഏരിയൽ വ്യൂവിൽ നോക്കുമ്പോഴേക്കും ഇതുണ്ട്, താഴെ ഒരു തരി അഴുക്കോലും ഇല്ല, വൈറ്റ് സാൻഡാണ് മൊത്തത്തിൽ. പിന്നെ ബീച്ചിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്നതുണ്ട് എല്ലാ ഷിപ്സ് ആണ്. നമ്മുടെ ചൈനയിൽ നിന്ന് അവിടെ കൊടുക്കുന്ന തന്നെ എല്ലാ ഷിപ്സും ചെറുതായിട്ട് ബോട്ട് പോലെ കണ്ടത്. പക്ഷെ അതെല്ലാം വലിയ വെസൽസ് ആണ് കിടക്കുന്നത്. ഇതുണ്ടാവും വീഡിയോയിൽ കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നത്. ഇതുണ്ടാവും സേഫ്റ്റിക്ക് വേണ്ടി അവരൊരു ലേക്ക് വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ്. ഇതിന്റെ ഒരു ഏരിയൽ വ്യൂ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. കിടലായിട്ടുണ്ടല്ലോ ബീച്ച്. എനിക്ക് പറയേണ്ടത് ആ സൺസെറ്റ് കറക്റ്റ് ടൈമിൽ നമുക്ക് സൺസെറ്റ് എത്താൻ പറ്റും. ന്യൂസിലാൻഡിൽ ഉള്ള പോലെ തന്നെ സ്കൈലൈൻ ലൂജ് ഇവിടെ ഉണ്ട്. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടില്ലേ, അതൊന്നും തീരണ ബീച്ചിലാണ്. പിന്നെ ഇവിടെ നിന്ന് തന്നെ തിരിച്ചാ ഒരു പുള്ളിയുണ്ട്, അതില് നേരെ പൊക്കി വെള്ളേക്കുണ്ട്. എന്തെങ്കിലും നമുക്ക് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുണ്ട്. കുടിക്കാം, നല്ല ടയർഡ്. ഇവിടെ ഒരു ചെറിയ ലേസർ പരിപാടി ഉണ്ട്, അതാണ് കുറെ പേര് വന്ന് ഇങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷെ അത് ഉള്ളിൽ പോയി കണ്ടാലേ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഉള്ളിൽ അതിന് ചാർജസ് ഉണ്ട്, എക്സ്ട്രാ ചാർജസ് ഉണ്ട്. നമുക്ക് ഇനി ഫൗണ്ടൈനോടൊന്നും അത്ര വലിയ ക്രേസ് ഇല്ല. പക്ഷെ ഇവിടെ ഇരുന്നാലും കാണാൻ പറ്റും, അതാണ് എല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നൈറ്റ് റിട്ടേൺ തന്നെയാണ്. നമ്മുടെ സാന്റോസ് ഐലൻഡ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ കേബിൾ കാർ റിട്ടേണും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതെടുത്ത് നേരെ സിറ്റി കാണാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി നൈറ്റ് തന്നെ.
ഇവിടെ ഇനി ഷോർട്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഗ്ലാസ് ഉള്ള കാരണം അത്രയും ക്ലിയർ ആകാത്ത. എന്നിട്ട് കണ്ടോ മൊത്തം വെട്ടിത്തിളങ്ങിയിരിക്കണ സിറ്റി. സിറ്റിയുടെ അതായത് ഹൈവേയുടെ മേളിൽ കൂടിയാണ് കേബിൾ കാർ പോണത്. എങ്ങനെയുണ്ട് സംഭവം? നൈസ്. നമ്മളെ സോറി കേബിൾ കാർ എടുത്തിട്ട് നേരെ ഫേബർ പീക്ക്, മൗണ്ട് ഫേബർ പീക്ക് അവിടം വരെ നമുക്ക് പോകുന്നു. നമ്മളെടുത്തത് ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെയായിരുന്നു, പക്ഷെ നമ്മൾ കയറിയില്ലായിരുന്നു ഇവിടെ നിന്ന്. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മൾ MRT പിടിച്ച് നേരെ റൂമിൽ പോകുന്നു, ഫ്രഷ് അപ്പ് ആവുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് എന്തായാലും പോകും. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് നമ്മുടെ സാൻഡസ് ഐലൻഡ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഓർത്ത് എന്തായാലും ചൈന ടൗൺ അവിടെ നിന്ന് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ചൈന ടൗണിൽ വന്നിട്ട് ചൈന ആ സ്ട്രീറ്റ് മൊത്തം നടക്കാന്നുള്ളൊരു പ്ലാനാണ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തിന് ടൈം ഉണ്ട് എന്തായാലും 8:45 അപ്പൊ അടുത്ത സ്ഥലം കൂടി നോക്കും എന്തായാലും. അപ്പൊ നമുക്ക് ചൈന ടൗൺ ഒന്ന് കണ്ടുകളയാം. സ്ട്രീറ്റ്സിലൊക്കെ ഉണ്ട് എല്ലാവരും ചൈനീസ് ഫുഡ്സ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഫുഡ് വിത്ത് ബിയർ. ചൈനക്കാരിക്ക് ചില്ലിയുള്ള സ്ഥലം. നമുക്ക് ലിറ്റിൽ ഇന്ത്യ ഉണ്ട്. ഇവിടെ നിന്നുള്ള ഫുഡ് എന്തെങ്കിലും നല്ലത് കിട്ടുമെന്ന് നോക്കിയിട്ട് അതിന് നമുക്ക് കഴിക്കാം. എന്തായാലും ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതെ ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വയറിന് പണിയുണ്ട്. മൊമോസ് സ്ട്രീറ്റ് വാക്കിംഗ് നൈസ് ആണല്ലേ. ഒരുത്തനവിടെ നിന്ന് കരഞ്ഞാണ്ട ലവ് ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. പാട്ടോടറാണത്. ഓ മറ്റേ ചിങ് ചോങ് ചോങ് പാട്ട്. സിംഗപ്പൂര് കുറെ തമിലിയൻസ് ഉണ്ട്. തമിലിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജനറേഷൻ മുമ്പ് അവർ തമിഴ്നാട്ടിൽ വന്ന് സെറ്റിൽ ആയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇവരുടെ തമിഴും അല്ല വേറെ എന്തൊരു ഭാഷ സംസാരിക്കണം. കാരണം ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു തമിഴ്നാട് ലുക്ക് ഉണ്ട്. ഇതിന്റെ അപ്പുറത്തെ ഒരു സ്ട്രീറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചൈന സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. അതായത് ചൈന ടൗണിന്റെ ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്. ചൈന ടൗണിൽ എത്തിയപ്പോ തന്നെ ആ ചൈനക്കാരുടെ ഒരു മണം ഉണ്ടല്ലോ, പുഴുങ്ങിയ ഒരു സ്മെല്ലല്ലേ. താൻ പറഞ്ഞ സോർണിയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പറയാം $2 സ്റ്റോർ ഉണ്ട്. അങ്ങോട്ട് കയറി പിടിച്ചോ. എന്നാലും 120 രൂപയാണ്. അത് പ്രശ്നമല്ല. ഈ സിംഗപ്പൂരൊക്കെ മേടിച്ചിട്ട് കേട്ടാ. അയ്യോ കേറി മെതിച്ചോ. കൊറേ ഐറ്റംസ് ഉണ്ട്. $1 എന്ന് പറച്ചില്ലോ അത്രേ ഉള്ളു. എല്ലാം കിട്ടിയാ? ദൂരെ തന്നെ നല്ല ക്യാച്ചിങ് കണ്ടിട്ടത്. ഷോപ്പിങ്ങിന് പറ്റിയ പ്ലേസ് ആണിത്. നല്ല ചീപ്പായിട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ട്. $1 മുതൽ 50 സെന്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഐറ്റംസ്. അപ്പൊ ഷോപ്പിങ്ങിന് വരുവാണെങ്കിൽ ചൈന ടൗൺ ആണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ്. എന്തേ കുറച്ച് പുഴുവിനെയും പഴുതാരനെയൊക്കെ അങ്ങോട്ട് കഴിച്ചാലോ? അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതിന്റെ സ്മെല്ല് കേട്ടിട്ട് തന്നെ എന്തോ. പക്ഷെ സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കഴിക്കാതിരുന്നാ മതി. നമുക്ക് നാളെ ഒരു ദിവസം കൂടി ഉള്ളു. അപ്പൊ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ട. നമ്മള് നടന്ന് തിരിച്ച് നമ്മള് വന്ന സ്ഥലത്ത് തന്നെ എത്തും. പ്രോപ്പർ ചൈനീസ് ഐറ്റംസ് കാണണമെങ്കിൽ ഇങ്ങോട്ട്. ഇത് നമ്മുടെ ചൈനക്കാർ വീശണ ഫിഷറി. കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് ചൈനീസ് ഡ്രസ്സൊക്കെ ഉണ്ട. ജാക്കി ചാന്റെ ഫിലിമിൽ കാണുന്ന പോലത്തെ ഡ്രസ്സസും അങ്ങനത്തെ കുറെ മന്ത്രങ്ങളും. നമ്മളോർത്ത് ഈ ചൈന ടൗൺ MRTയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരിടത്തേക്ക് നടന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു വന്നോന്ന് ഓർത്ത്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടി പോയിട്ട് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെ ഉണ്ട്. അത്യാവശ്യം എല്ലാം കവറാകുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് ചൈന ടൗൺ എല്ലാവരും വരിക. ചെറിയ ചെറിയ പൈസക്ക് കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചൈന ടൗൺ വരിക. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ടയർഡായി. ഓൾമോസ്റ്റ് 10 മണി അടുത്തായി. നമുക്കപ്പോൾ ഇനി നേരെ റൂമിൽ പോകാം, റെസ്റ്റ് എടുക്കാം. ബാക്കി പരിപാടികളെല്ലാം നാളെ. അപ്പോൾ സീ യു, ഗുഡ് നൈറ്റ്.
അപ്പൊ ഈ മാപ്പ് ഭയങ്കര സുഖമാണ്, എല്ലായിടത്തും നമുക്ക് MRT കറങ്ങുകയും ചെയ്യാം. അപ്പൊ എഗെയിൻ പറഞ്ഞാണ് ഈ സിംഗപ്പൂർ ടൂറിസ്റ്റ് പാസ് നിർബന്ധമായിട്ട് എടുക്കുക. കാര്യം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അൺലിമിറ്റഡ് മെട്രോ ആണ് നമുക്ക് 3 days മെട്രോ ഉണ്ട്. അപ്പൊ നമുക്ക് എയർപോർട്ടിൽ നിന്നാണ് നേരെ സിറ്റിയിലേക്ക് എത്താം. പിന്നെ സിറ്റിയിൽ നിന്ന് നേരെ തിരിച്ച് എയർപോർട്ട് പോകാം. പിന്നെ ഇതേപോലെ തന്നെ ഫുൾ ഇവിടെ കറങ്ങി കിടക്കാം. 3 ദിവസം അൺലിമിറ്റഡ് ആണ്. അത് MRT മാത്രമല്ല, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് എടുക്കുക. അതിന് എത്ര രൂപ ഈ കാർഡിന്? $48.